നീരുണ്ട മേഘങ്ങൾ നിൻറാടും കൈലയിൽ. ഒന്ന് പാടാമോ അത്? നീരുണ്ട മേഘങ്ങൾ നിൻറാടും കൈലയിൽ നീ വാഴയിടവും ഉണ്ട്. നീ വാഴയിടമും ഉണ്ട്. നീ വാഴയിടവും ഉണ്ട്. അതിന്റെ അടുത്ത നോട്ട് ആ മറ്റേതൊരു ഫീൽഡ് പാടിയേക്കുന്നതാണ്. ആ നിർത്തുന്ന നോട്ട് അതാണ്. ഒന്നുകൂടെ പാടാമോ? നീ വാഴയിടവും ഉണ്ട്. ഇടമും ഉണ്ട്. ആ എപ്പോഴും അത് നോക്കണം കേട്ടോ, കേട്ടോ. പിന്നെ എനിക്കൊരു ഇച്ചിരി ഓടായിട്ട് തോന്നിയ ഒരു സ്ഥലം, ഇത് മാറുവത് മനം. മാറുവത് മനം, ആ മാറുവത് മനം, അതാണോ അത്? അതെന്തു പറ്റി? അവിടെ ഒരു ഇതുണ്ടെന്ന്. അതങ്ങനില്ല. അത് പാടിയിട്ടുണ്ടെങ്കിൽ ആ അമ്മ അത് മനോഹരമായിട്ടാണ് പാടിയത്. അതൊന്ന് കൃത്യമായിട്ട് പാടാമോ? ഇങ്ങനല്ലാതെ. മാറുവത് മനം, ചേരുവത് ഇനം. ഇനം, ഇനം, ദിനം, സിനം, വാട്ടവർ. മാറുവത് മനം, തേടുവത് ദിനം, തെരിയാത മുരുകനാനി. അല്ലേ? മാറുവത് മനം, ചേരുവത് ഇനം, തെരിയാത മുരുകനാനി. മതി മതി, അത്രേ ഉള്ളൂ. Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. നല്ല രസമായിരുന്നു. അതായത് ത്രൂ ഔട്ട് ദ സോങ് ടോപ്പ് പോർഷൻസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതിനുശേഷം മാത്രമാണ് പെട്ടെന്ന് താഴെ വന്നപ്പോഴത്തേക്ക് അതൊരു ഒന്ന് രജിസ്റ്റർ ചെയ്ത് വരാൻ കുറച്ച് സമയമെടുത്തു. അപ്പോൾ പിന്നെ ശ്രുതിയാണ് എനിക്ക് പ്രശ്നമായിട്ട് തോന്നി. ആയുഷ്കാലത്തിൻ അത് ഒന്ന് പാടാം. ആയുഷ്കാലത്തിൻ തീമണ്ണൽ, ആയുഷ്കാലത്തിൻ തീമണൽ കാടുകൾ, തീമണൽ കാടുകൾ താണ്ടുകയാണടിയൻ. ആ പോർഷൻ ഒന്നര പാടിക്കേ. താണ്ടുകയാണടിയൻ. ആ വെരി ഗുഡ്, ഗുഡ്, ഗുഡ്. അതൊന്ന് ക്ലാരിറ്റി അതിൻ്റെ. പിന്നെ നൊന്തു മടങ്ങി വരുന്നേ അത് പോർഷൻ. നൊന്തു മുടന്തി നടന്നെത്തും ഞാൻ കണ്ടുവണങ്ങും കിബിലയും ഒരു നാൾ, കിബിലയും ഒരു നാൾ. പക്ഷെ ടോട്ടലി ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിവിനിറ്റി ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൈ പോർഷൻസ് സൂപ്പർ കേട്ടോ. വളരെ നല്ല രസമുള്ള ഒരു പാട്ട്, നന്നായിട്ട് തന്നെ പാടി. എനിക്ക് ആകെ ഉള്ള ഒരു എന്നോട് പറയാനുള്ള ഒരു കാര്യം, ഇപ്പൊ നീ നിനക്ക് അലറി വിളിക്കുന്നില്ലേ, ആ ഒരു പ്രസൻസ് നമ്മൾ താഴെ പാടുമ്പോഴും വേണം. അവിടെ അടഞ്ഞു പോകുന്നു. അതൊന്നും നോക്കിയുള്ളൂ കേട്ടോ. അത് കാര്യം ആ ഒരു കുറച്ചെങ്കിലും ആ ലോ പ്രസൻസ് ഉണ്ടെങ്കിൽ നല്ല സുഖമായിരിക്കും. കാര്യം ഇത് അങ്ങനെ വരുന്നുണ്ടല്ലോ, ഇത് അവിടെ മാത്രം നിൽക്കുന്നതാണ് നീ വെച്ച് കീറിയാനേത്. അപ്പോൾ അത് താഴേക്ക് വരുമ്പോൾ ആ പ്രസൻസ് ഇല്ലായ്മയുണ്ട്. അതൊന്നും നോക്കണം കേട്ടോ. നമുക്ക് ഇത് ബാലൻസ്ഡ് ആയിരിക്കണം. അപ്പോൾ അത് എങ്ങനെയാണ് ടെക്നിക്കലി നമ്മൾ മുകളിൽ പാടുമ്പം ആ ഹെഡ് വോയിസ് യൂസ് ചെയ്യേണ്ടത്, എത്രത്തോളം പവർ കൊടുക്കണമെന്നുള്ളത് അത് അക്ഷയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുക കേട്ടോ. പിന്നെ ഈ അനുപല്ലവിയും ഈ രണ്ട് ചരണങ്ങളുടെയും തുടക്കം അതങ്ങ് കൈവിട്ടു പോയി. പൊക്കോട്ടെ, എനിക്ക് ഇത് മാത്രം ഒന്ന് പാടിത്തരുമോ നീ? ബാക്കിയൊക്കെ പാടിച്ചു, എം ജണ്ണൻ പാടിച്ചു. കണ്ടുവണങ്ങും കഴിഞ്ഞിട്ട് വിധിയായിട്ട് അത് ഒരു മേളിലോട്ടൊരു ആകാരമില്ലേ, അതൊന്ന് ഒത്തിടട്ടെ വിധിയായിടട്ടെ. ബലെ ബലെ, ഗുഡ്. താങ്ക് യു സർ.